എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പള്ളി ഭരിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയുമോ? തൻ്റെ വീട്ടിലെ പറമ്പിന് എത്ര ഏക്കറയുണ്ടെന്നല്ല, എത്ര ലക്ഷത്തിൻ്റെ കാറുണ്ടെന്നല്ല, നാട്ടിലെ എത്രത്തോളം പ്രൗഢിയുണ്ടോ എന്നല്ല, എഴുതാനും വായിക്കാനും അറിയുമോ എന്നല്ല, ഈമാനുണ്ടോ? ഈമാനുണ്ടോ? ഈമാനുള്ളവനെ ആ പണി പറ്റൂ. എത്രയോ മഹലിന്റെ ഭാരവാഹികൾ താടി മുഴുവനും ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, തലയിൽ മുഴുവനും കറുപ്പടിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ പോലെ നടന്നു നീങ്ങുകയാണ്. പാപങ്ങൾ വരുമ്പോ വേറൊരു നിയമമാണ്, പണക്കാർ വരുമ്പോ വേറൊരു നിയമമാണ്. അവർക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ താക്കീത് നൽകിക്കൊണ്ട് ഖുർആൻ പറയുകയാ, ഈമാനുള്ളവനെ പടച്ചവന്റെ പള്ളി ഭരിക്കാൻ കഴിയോ? അല്ലാഹ് എന്ന് പറയുമ്പോ അറിയാതെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്ന കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾക്കാണ് പടച്ചവന്റെ പള്ളി ഭരിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളൂ. അല്ലാത്തവര് പള്ളി ഭരിച്ചു കഴിഞ്ഞാ എൻ്റെ പ്രിയമുള്ളവരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പള്ളി അടക്കപ്പെടുമല്ലോ. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ ക്വാളിറ്റി ഈമാനാണ്. രണ്ടാമത് വിശുദ്ധ ഖുർആൻ പറയുന്നു, വൽയൗമില്ലാഹിർ, അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസമുള്ള ആളായിരിക്കണമല്ലോ. അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസമുള്ള ആളായിരിക്കണമല്ലോ. മൂന്നാമത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിസ്കാരം നിലനിർത്തുന്ന ആളാണ് പടച്ചവന്റെ പള്ളി ഭരിക്കേണ്ടത്. പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിമാരും പള്ളിയുടെ യാതൊരു പക്കത്തിന്റെ നിസ്കാരത്തിനും കടന്നു വരാതെ, ജുമഅക്ക് പോലും കടന്നു വരാതെ, പ്രസിഡന്റിനെ കാണണമെങ്കിൽ ഏതു സമയത്തും വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനത്തെ ആളുകൾ പള്ളി ഭരിച്ചാ, എൻ്റെ പ്രിയമുള്ളവരെ, പള്ളിയുടെ ഉസ്താദിന് അനീതിക്കെതിരെ സംസാരിക്കാൻ കഴിയില്ലല്ലോ. മിമ്പറിൽ നിന്നുകൊണ്ട് 8, 9, 10 വർഷം അള്ളാഹുവിന്റെ ദീൻ ഓതി പഠിച്ച ഉസ്താദുമാര് ദീനിന്റെ മസല പറയുമ്പോ, ഉസ്താദേ, നിങ്ങൾ ഈ നാട്ടിൽ പിത്തനയുണ്ടാക്കരുതേ, ഈ നാട്ടിലൊരു പ്രശ്നമുണ്ടാക്കരുതേ, അത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാരുടെ വായെ വരെ അടപ്പിക്കുന്ന പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പഠിച്ചോ. അള്ളാന്റെ ദീന് പിന്നെ ഇവരല്ലാതെ ആരാണ് പറയുക? പ്രസിഡന്റിന്റെ മകളുടെ വീട്ടിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ, പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ മകളുടെ വീട്ടിൽ കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന്, മകന്റെ കല്യാണത്തിന് കൂട്ട് കാണിച്ച് പള്ളിയിലെ ഉസ്താദ് മിമ്പറിൽ നിന്നുകൊണ്ട് അതിനെതിരെ പ്രഭാഷണം നടത്തിയാൽ ഉസ്താദിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. നാട്ടിലെ പൗരപ്രമാണിയുടെ വീട്ടിൽ കല്യാണം നടത്തി ബാൻഡ് സെറ്റ് വെച്ച് ഗാനമേള വെച്ചാൽ അതിനെതിരെയും ഉസ്താദ് പറഞ്ഞ, ഉസ്താദേ, ആ മനുഷ്യൻ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനത്തിന് കോടികൾ തന്നവനാണ്, ലക്ഷങ്ങൾ തന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഉസ്താദന്മാരെ പിരിച്ചുവിടുകയാണ്. അവര് പഠിച്ചോ, നിങ്ങൾക്കൊന്നും അല്ലാഹുവിന്റെ പള്ളി ഭരിക്കാനുള്ള ഉത്തരവാദിത്തമില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിസ്കാരം നിലനിർത്തുന്നവനെ പള്ളി ഭരിക്കാവൂ. അടുത്തതോ, സക്കാത്ത് കൊടുക്കുന്ന ആളാകണം. അതിന്റെ നിസാബെത്തുമ്പോൾ, അതിന്റെ അവധിയെത്തുമ്പോൾ, അതിന്റെ കണക്കെത്തുമ്പോൾ സക്കാത്ത് കൊടുക്കുന്നവനാകണേ അള്ളാന്റെ പരിശുദ്ധമായ പള്ളിയെ പരിപാലിക്കേണ്ടത്. അടുത്ത പള്ളി പരിപാലിക്കാനുള്ള ക്വാളിറ്റി എന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ, വലം യഖ്ശ അല്ലാഹയല്ലാതെ എൻ്റെ പ്രിയമുള്ളവരെ, നാട്ടിലെ പൗരപ്രമാണിയെ ഭയക്കേണ്ടതില്ലല്ലോ. അല്ലാഹ് പള്ളിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമാണോ, എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ, എൻ്റെ പടച്ചവന് ഇഷ്ടമാണോ? എൻ്റെ പ്രിയമുള്ളവരെ, പള്ളിക്ക് ഒരുപാട് സഹായിച്ച ആളുകളാണ്. അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നാലും പ്രസിഡന്റ്, സെക്രട്ടറിമാര് പറയേണ്ടത് ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. അവൻ കോടി രൂപ തന്നവനാണ്,
ലക്ഷങ്ങൾ തന്നവനാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇല്ലല്ലാ, അല്ലാഹനെ അല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ക്വാളിറ്റി ഉള്ളവനാണ് അല്ലാഹന്റെ പള്ളി ഭരിക്കേണ്ടത്. ഈ ക്വാളിറ്റികളുള്ള ആളുകളാണ് പടച്ചവന്റെ പള്ളിയെ പരിപാലിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാത്തവരെ പരിപാടി രാജിവെച്ചു പോക്കോ. കുടുംബ മഹിമ കൊണ്ടോ, തറവാട് മഹിമ കൊണ്ടോ, പണം കൊണ്ടോ, പവർ കൊണ്ടോ, പത്രാസ് കൊണ്ടോ ഈ സ്ഥാനം മോഹിച്ച് നടക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് പള്ളിയുടെ ഇമാറത്ത് ഏറ്റെടുക്കാനുള്ള അധികാരമില്ല. കാരണം എന്തെന്നറിയോ? ഇതല്ലാന്റെ ദീനാ, ഇതല്ലാന്റെ ഭവനമാ. ഉസ്താദന്മാര് പറയേണ്ടത് ഉസ്താദന്മാര് തന്നെ പറയണം. പ്രസിഡന്റ് പറയേണ്ടത് പ്രസിഡന്റ് പറയണം. സെക്രട്ടറി പറയേണ്ടത് സെക്രട്ടറി പറയണം. ഉസ്താദന്മാരോട് പറയല്ലേ എന്ന് പറയുന്ന എന്റെ കമ്മിറ്റിക്കാരാ, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കരുതേ, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ. അല്ലാഹുവേ, നല്ലതും